ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപേയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മഴതോരും മുൻപേലെ വൈജയന്തി രണ്ട് പെൺമക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. ആ സമയത്ത് ബബിത ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ ഹോസ്പിറ്റലിൽ പോയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാനെന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത്, എനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ വൈജ പറയുകയാണ്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മ എന്താ അറിയാത്ത പോലെ സംസാരിക്കുന്നത്, അമ്മയുടെ ബുദ്ധി എവിടെ പോയി? എന്തായാലും ബബിതേച്ചി ചോദിച്ചത് അലീന ചേച്ചിയെ കാണാൻ പോയിട്ടുണ്ടോ എന്നല്ലേ, അല്ലാതെ അമ്മയ്ക്ക് അസുഖമൊന്നും ഇല്ലാന്നിപ്പോൾ ഞങ്ങൾക്കറിയില്ല, അമ്മ എന്താ അറിയാത്ത പോലെ അഭിനയിക്കണേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്തിനാ വേലക്കാരി വയ്യാണ്ട് കിടക്കുന്നിടത്തൊക്കെ ഞാൻ എന്തിനാ പോകേണ്ട ആവശ്യം, എനിക്ക് എന്താ ആവശ്യം അതിൻ്റെയൊക്കെ എന്നിങ്ങനെ വൈജയും മറുപടി പറയുകയാണ്. എന്തായാലും ആ സമയത്ത് അവിടേക്ക് നമ്മുടെ ബാലേന്ദ്രൻ വരികയാണ്. അങ്ങനെ ബാലേന്ദ്രൻ വന്നിട്ട് കൃഷ്ണമോളോട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. കൃഷ്ണമോളോട് ചോദിക്കുകയാണ്, അല്ല ഇന്ന് എങ്ങനെയുണ്ട് നിന്റെ മൂഡ് എന്ന് ചോദിക്കുമ്പോൾ ഞാനിന്ന് സൂപ്പറായി, എനിക്കിന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാം അച്ഛ എന്ന് പറയുന്നുണ്ട്. എന്നാലേ ഒരു കാര്യം ചെയ്യും, നീയേ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കോ എന്ന് പറയുകയാണ്. ഞാൻ വരാം, ഞാൻ അച്ഛനോട് അതങ്ങ് പറയാനിരിക്കുകയായിരുന്നു, എനിക്ക് എന്തായാലും അലീന ചേച്ചിയെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നീയേ പോകുമ്പോൾ ഞാൻ എന്തായാലും നമുക്കൊരു വൈകിട്ട് 5 മണിയോട് പോകാം, ആ നേരത്ത് നീ ഒരു കാര്യം ചെയ്യേ, നൈറ്റ് ഡ്രസ്സും നാളേക്കിടാനുള്ള യൂണിഫോമും ബാഗും പുസ്തകമൊക്കെ എടുത്തോട്ടാ, നാളെ അവിടെ നിന്നിട്ടും നീ ഇന്ന് രാത്രി നീയാണ് അലീനയുടെ ബൈസ്റ്റാൻഡറായി നിൽക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല. വൈജയന്തി പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, ഇത് എൻ്റെ മകളാണ്, എൻ്റെ മകൾ അവിടെ ചെന്ന് നിൽക്കേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിന്റെ ആങ്ങളുടെ മോനാണ് ഇപ്പോൾ അവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അതിന് നിനക്ക് നാണക്കേടൊന്നുമില്ലേ, അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം അവനൊന്ന് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പോയി നിൽക്കേണ്ടി വരും, എന്താ ഞാൻ പോയി നിന്നാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഞാനുണ്ട് അച്ഛ, അമ്മ എന്ത് വേണേലും പറഞ്ഞോട്ടെ, ഞാൻ നിന്നോളാം അലീന ചേച്ചിയുടെ ഒപ്പം എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ വേഗം റെഡി ആയിക്കോ, ഞാൻ എന്തായാലും വിളിക്കാം, ആ സമയം നമുക്ക് പോവാട്ടാ എന്ന് പറയുന്നു. ശരി അച്ഛ എന്നും പറഞ്ഞ് നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് അവള് കൃഷ്ണ അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ അതിനുശേഷമാണെങ്കിലും ഒന്നും രണ്ടും പറഞ്ഞിട്ട് വൈജയും ബാലേന്ദ്രനും കൂടി വഴക്കിടുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ വിട്ടും കൊടുക്കാൻ പോകുന്നില്ല. വൈജയന്തിക്ക് ദേഷ്യം വന്നിട്ട് റൂമിൽ കയറി വാതിലടയ്ക്കുകയും ചെയ്യുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ കൃഷ്ണമോളും ബാലേന്ദ്രനും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്, അലീനയുടെ അരികിലേക്ക്. അപ്പോൾ അലീന ഇതാരാ ഇത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കാണ് വന്നതെന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ പുറകെ ഉണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ നമ്മുടെ കൃഷ്ണമോള് പറയുകയാണ്, ഇല്ല അച്ഛൻ പുറകെ വരുന്നുണ്ട്, ഞാൻ അച്ഛനോട് റൂം നമ്പർ ചോദിച്ച് ഓടി വന്നതാണെന്ന് പറയുകയാണ്. അങ്ങനെ ബാഗൊക്കെ താങ്ങി വലിച്ച് ബാലേന്ദ്രൻ പുറകെ ആയിട്ട് വരുന്നുണ്ട്. ഇത് എൻ്റെ ബാഗാണല്ലോ എന്ന് അലീന ചോദിക്കുമ്പോൾ, അതെ ഇവളത് എടുക്കാതെ ഇങ്ങോട്ട് ഓടിപ്പോരുകയില്ലായിരുന്നു, അതെ ഇത് ഞാൻ വണ്ടിയിലോട്ട് എടുത്ത് വെച്ച് ഞാനാണ് എന്ന് പറയുന്നുണ്ട്. വലിയ കാര്യമായിപ്പോയി എന്ന് മനു ഇങ്ങനെ പറയണം. എന്തായാലും ആങ്ങളെയും പെങ്ങളും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുസൃതികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പരസ്പരമായിട്ട്. അങ്ങനെ ഇനി എന്തായാലും നീ പൊക്കോ, ബാലേന്ദ്രൻ പറയുകയാണ് മനുവിനോട്, നീ വീട്ടിലോട്ട് പൊക്കോ, നിനക്കൊന്ന് റെസ്റ്റ് എടുക്കണ്ട, ഇന്നത്തെ ദിവസം ഇവളാണ് അലീനയ്ക്കൊപ്പം നിൽക്കാൻ പോകുന്നതെന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. അപ്പം എന്തായാലും മനു ഒരു ആശ്വാസമാകുന്നുണ്ട്. അപ്പം മനു എന്നാൽ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പം നീ റെസ്റ്റ് കൊടുത്തേക്കണം കേട്ടോ, നീ വായിട്ട് അലച്ച് ഉറക്കാതിരിക്കരുതെന്ന് പറയുമ്പോൾ, ഞങ്ങൾ ഇന്നും നല്ലോണം രാത്രി മുഴുവൻ ഉറങ്ങൂല, ഞങ്ങൾ സംസാരിച്ചിരിക്കാൻ പോവാണെന്നൊക്കെ കൃഷ്ണമോൾ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മനുവും പോവുകയാണ്. മനു നേരെ വണ്ടി വീട്ടിൽ നിർത്തിയിട്ട് നേരെ വീട്ടിലകത്തേക്ക് കയറുകയാണ്. എടാ നീ എവിടെയായിരുന്നിട്ട് എത്ര ദിവസം എന്ന് ചോദിച്ചുകൊണ്ട് കമല വരികയാണ്. അപ്പോൾ കമല, നീ 2 ദിവസമായല്ലോ അവിടെ ജോലി സ്ഥലത്ത് നിന്ന് വന്നിട്ട്, നീ ഇപ്പം ഇത്ര ദിവസം എവിടെയായിരുന്നു? ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. നീ എന്ത് കാര്യത്തിനാണ് മറ്റുള്ളവരെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന വേലക്കാരിക്ക് വേണ്ടി നീ കൂട്ടി നിൽക്കേണ്ട ആവശ്യം എന്താ നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. ഹരി എന്ത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അറിയില്ല. അപ്പോൾ വീണ്ടും അവളിങ്ങനെ പറയുമ്പോൾ ഹരി എന്ത് എന്ന് വീണ്ടും ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ, അവൻ മുകളിലെങ്ങാനും കാണുമെന്ന് പറഞ്ഞ് കമല ഒന്ന് പേടിക്കുന്നുണ്ട്. എന്തായാലും വളരെ ദേഷ്യത്തോടു കൂടി തന്നെ മനു മുകളിലേക്ക് ഓടി കയറുകയാണ്. അങ്ങനെ വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും ഹരി അങ്ങനെ വാതിൽ തുറക്കുകയാണ്. അങ്ങനെ ഹരി വാതിൽ തുറക്കുമ്പോൾ ഓടിച്ചെന്ന് വാതിൽ കുറ്റിയിട്ടിട്ട്, എന്താ മനു കേട്ടാ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഹരി അങ്ങനെ നിൽക്കുന്നുണ്ട്. ഹരി ഇടിച്ച് ചമ്മന്തി പരുവാക്കി എടുക്കുന്നുണ്ട്. എന്തായാലും അതിനുശേഷം പറയുന്നുണ്ട്, നീ ചോദിച്ചല്ലോ നിന്നെ എന്തിനാ ഇടിക്കുന്നത്, ഇപ്പം മനസ്സിലായിട്ടാ നിന്നെ എന്തിനാ ഇടിച്ചെന്ന്? മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി, എന്നെ ഇനി തല്ലല്ലേ മനു കേട്ടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയം പുറത്താണെങ്കിൽ കമല, എടാ വാതിൽ തുറക്കടാ, എന്തിനാടാ നീ അവനെ, അവിടെ എന്താ പ്രശ്നം നടക്കുന്നത്, വാതിൽ തുറക്ക, എൻ്റെ മോനൊന്നും ചെയ്യലടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കമല. അങ്ങനെ വാതിൽ തുറന്നിട്ട് അവനെ ഇടിച്ച് പരുവാക്കിയിട്ട് ഇങ്ങനെ മലു പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തിനാടാ എൻ്റെ മോനെ ഇങ്ങനെ തല്ലിച്ചാച്ചത്, നിങ്ങൾക്ക് അറിയണോ എന്തിനാ തല്ലിച്ചാച്ചെന്ന്, പറയടാ, എന്താന്ന് വെച്ചാൽ പറയടാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വള്ളി പുള്ളി തെറ്റാതെ ഹരി പറയുന്നുണ്ട്,
ഞാൻ അലീനയെ ഉപദ്രവിച്ച് അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു ഞാനും അതുപോലെ തന്നെ രോഹിത്തും കൂടിയിട്ട്. അങ്ങനെ ആ സമയത്ത് അവളെ കയ്യിൽ കിട്ടിയ കത്രിക എടുത്ത് നെഞ്ചത്ത് വയറ്റിൽ കുത്തി കയറ്റിയതാണെന്നുള്ള കാര്യം പറയുമ്പോൾ ഷോക്കായി നിന്ന് പോകുന്നുണ്ട് നമ്മുടെ കമല. അപ്പോൾ കമലയോടായിട്ട് പറയുകയാണ് നമ്മുടെ മനു പറയുന്നുണ്ട്, അതെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ മോൻ്റെ സ്വഭാവം. നിങ്ങൾ പുന്നാരിച്ച് വളർത്തിയ നിങ്ങളുടെ മോന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുക, ഒരു അമ്മയുടെ പെറ്റമ്മയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത വാക്കുകളാണ് ഇപ്പം അവൻ്റെ വായിൽ നിന്ന് വന്നത്. ഒന്നും കൂടി ലാളിക്കുക അവരെ, ഒന്നും കൂടി ലാളിക്കുക. നിങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ ഇവനെ കണ്ടുപിടിക്കണം, എൻ്റെ മോനെ കണ്ടുപിടിക്കുകയാണെന്നൊക്കെ, ഇതുപോലെയാണോ ഞാൻ കണ്ടുപിടിക്കേണ്ടതെന്നും പറഞ്ഞിട്ട് ഹരി അങ്ങനെ ബെഡിലേക്ക് ഇങ്ങനെ തള്ളിയിട്ടിട്ട് മനു അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്തായാലും കമല ആകെ ഒന്ന് ഷോക്ക് അടിച്ച പോലെ തന്നെ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഹരിയുടെ വാക്കുകളൊന്നും വിശ്വസിക്കാൻ പറ്റാതെ. എന്തായാലും അങ്ങനെ ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നാളത്തെ പ്രൊമോ എന്ന് പറയുന്നത് നമ്മുടെ രേവതിക്കുട്ടി അലീനയെ വിളിക്കുകയാണ്. അങ്ങനെ അലീന അരികിൽ തന്നെ ഫോൺ ഉണ്ടായിരുന്നു, ഫോൺ എടുത്ത് സംസാരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്, നീ പേടിക്കൊന്നും വേണ്ട, ഒരു സംഭവം ഉണ്ടായിരുന്നു, നീ അന്ന് വിളിച്ചായിരുന്നില്ലേ, ആ സമയത്ത് ഞാൻ അതായത് രോഹിത് എന്നെ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു, അവന് വെള്ളം കൊണ്ട് ചെല്ലാൻ പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഹരിശങ്കറിനെ ആ റൂമിൽ അവൻ ഒളിപ്പിച്ചായിരുന്നു. പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ അലീന പറയുകയാണ്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്കുട്ടിക്ക് ആകെ സങ്കടം വരികയാണ്. ഇതേ സമയത്താണെങ്കിൽ ഇവളീ പറയുന്നത് ഫോൺ വിളിച്ച് തുടക്കം മുതലേ തന്നെ വാതിലിലെ വിടവിലൂടെ നമ്മുടെ ബാലേന്ദ്രൻ ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ബാലേന്ദ്രൻ ശരിക്കും റൂമിലേക്ക് വന്നതാണ്, പക്ഷേ ഇവളുടെ ഈ സംസാരം കേട്ട് അങ്ങനെ ഞെട്ടിപ്പോവുകയാണ്. അതുപോലെ തന്നെ അവള് അപ്പോൾ തൻ്റെ മകനും അതുപോലെ തന്നെ ഹരിയും കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു അപകടം ഇവൾക്ക് വരുത്തി വെച്ചെന്ന കാര്യം ബാലേന്ദ്രൻ അറിയുന്നുണ്ട്. ബാലേന്ദ്രൻ ആകെ ഷോക്കായി നിൽക്കുന്ന അതേ സമയത്ത് തന്നെയാണ് അലീന രേവതിയോട് പറയുന്നത്, എടി എത്രയായാലും എൻ്റെ ചോരയല്ലടി, അതുകൊണ്ട് ഞാൻ അവരെ ഒന്നും പോലീസിൽ ഒറ്റിക്കൊടുത്തില്ല, രോഹിത് എൻ്റെ ചോരയല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ സ്വയം ഞാൻ കസേരയിൽ ഇരുന്നിട്ട് അവിടെ നിന്നും താഴേക്ക് വീണപ്പോൾ എൻ്റെ മേൽ കത്രിക കുത്തിക്കൊണ്ടതാണ് എന്ന് ഞാൻ പോലീസിൽ മൊഴി കൊടുത്തു എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അതും കൂടി ബാലേന്ദ്രൻ കേൾക്കുകയാണ്. എന്തായാലും ബാലേന്ദ്രന് കാര്യങ്ങളൊക്കെ എല്ലാതും ഏകദേശം മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും നാളത്തെ പ്രൊമോ ആയിട്ടും വന്നിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്